ഹലോ, ഞാൻ ഇന്ന് വന്നത് ഒരു മുതിരയുടെ വീഡിയോയുമായിട്ടാണ്. നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ഇനി ഇത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റി, നല്ല രുചിയുള്ള ഒരു ആഹാര പദാർത്ഥമാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ എല്ലാ അധിക വിറ്റാമിനുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ധാതുക്കൾ, നാരുകൾ അടങ്ങിയ ആഹാര പദാർത്ഥം കൂടിയാണ് മുതിര. എന്നാൽ പിന്നെ ഞാൻ ഈ മുതിരക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല രസം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ലൈക്കും ഷെയറും മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇതിനു വേണ്ടി എടുത്തത് 1 കപ്പ് മുതിരയാണ്. അപ്പോൾ ഇത് 3-4 മണിക്കൂർ മുമ്പേ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം കുതിർത്താൽ മാത്രമേ നന്നായി വെന്ത് കിട്ടൂ. ഇനി ഇതിലേക്ക് വേണ്ടി 1/4 കപ്പ് ചെറുപയർ കുതിർത്തിയതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുതിര നന്നായി കുതിർത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുതിർത്ത് വെച്ച മുതിര കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കറിലാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ കുക്കറിലേക്ക് ഇടുന്നത്. അതിൽ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ കുതിർത്ത് വെച്ച ചെറുപയറുണ്ട് അതും കൂടി അതിലേക്ക് ഇടാം. ചെറുപയർ ഇടുന്നത് ഒരു രുചിമാറ്റത്തിന് കൂടിയാണ് കേട്ടോ. അത് രണ്ടും കൂടിയാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു കഷ്ണം ചെറിയ ഉള്ളിയും 1 പിടി മുരിങ്ങയിലയും അതിൻ്റെ കൂടെ ഇടാം. അപ്പം നല്ലൊരു കഞ്ഞിയായി മാറും അത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പിട്ട് നല്ലവണ്ണം നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമ്മളെ മുതിര നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 പിടി തേങ്ങ ചിരവിയതിട്ട് നന്നായി ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ചെറുപയറില്ലത് കൊണ്ട് തന്നെ മുതിരേൻ്റെ മാത്രമാണ് സ്മെല്ലടിക്കില്ല. അതുകൊണ്ട് നല്ല മണവും ഉണ്ടാവും. മുരിങ്ങയിലയും ഉള്ളിയും എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട്. നല്ലത് ഇനി കുറച്ചും കൂടി വറ്റിയാൽ ഇങ്ങനെ നമുക്ക് അത് പാകമായി എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മുതിര നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം മുരിങ്ങയിലയോ ഉള്ളിയോ ഒന്നും കാണാനില്ല, തേങ്ങയൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതറിയാതെ വയറ്റിലേക്ക് പോകും. ചില സമയത്ത് ഈ മുരിങ്ങയില കണ്ടാൽ നമുക്ക് തിന്നാൻ തോന്നില്ല. പക്ഷേ ഇതിലൊന്നും മുരിങ്ങയിലൊന്നും കാണില്ല. അതിൻ്റെ എല്ലാ സത്തുക്കളും അതിലേക്ക് അടിച്ച് നേരുന്ന നല്ലൊരു ആഹാര പദാർത്ഥമാണിത്. അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ.